തൻ്റെ വീടിന് മുന്നിലുണ്ടായ സ്ഫോടനം പോലീസ് അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ. സ്ഫോടനം മാലപ്പടക്കം പൊട്ടിയതാക്കി മാറ്റാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ തൃശ്ശൂരിൽ പറഞ്ഞു. സ്ഫോടനത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ അവർ പുറത്തുവിടുകയും ചെയ്തു. എന്തായാലും തൃശ്ശൂരിൽ ശോഭാ സുരേന്ദ്രൻ്റെ വീടിന് സമീപമാണ് കഴിഞ്ഞ ദിവസം സ്ഫോടനമുണ്ടായത്. ഇക്കാര്യത്തിൽ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തുന്നില്ല എന്ന് അന്ന് തന്നെ BJP ആരോപണം ഉന്നയിച്ചിരുന്നു. BJP വലിയ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഒക്കെ നടത്തിയതിന് പിന്നാലെയാണ് പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം ആരംഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 2-3 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. എന്നാൽ വീര്യം കുറഞ്ഞ പടക്കങ്ങളാണ് അല്ലെങ്കിൽ മാലപ്പടക്കങ്ങളാണ് അവിടെ പൊട്ടിച്ചത് എന്നുള്ള തരത്തിൽ ഉള്ള ഒരു വിശദീകരണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടന്നില്ല എന്ന വലിയ ആക്ഷേപം തന്നെ ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് ശോഭാ സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. അത് കൃത്യമായി പോലീസിന് എതിരെ തന്നെ ഉള്ള അഭിപ്രായമാണ് ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നതും. പോലീസ് ഈ കേസ് അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തി എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. സ്ഫോടനം മാലപ്പടക്കം പൊട്ടിയതാക്കി മാറ്റാൻ പോലീസ് ശ്രമിക്കുകയാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു. സ്ഫോടനത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ കൃത്യമായി മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ശോഭാ സുരേന്ദ്രൻ തൃശ്ശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവ് ചേരുകയാണ്. സാനു കെ സജീവ്, കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിൽ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ്റെ വീടിന് മുന്നിൽ സ്ഫോടനം നടന്നത്. ഇക്കാര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് അന്ന് തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ തന്നെ പോലീസിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് BJP നേതാവ് പറയുന്നത്. ആദ്യം ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകളിലേക്ക്. പോലീസിന്റെ തലപ്പത്തുള്ളത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ആയതുകൊണ്ടും ഇവിടുത്തെ ACPക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹം കാലങ്ങളായി എന്നോടുള്ളത് കൊണ്ടും ആ ACP താഴ്ന്ന ചുമതലയിൽ പ്രവർത്തിക്കുന്ന സമയം മുതൽ എന്നോട് പ്രത്യേകമായിട്ട് വളരെ സ്നേഹം ഉള്ള ഒരു വ്യക്തിയായതുകൊണ്ടും ഈ കേസ് മാലപ്പടക്കം പോലും ആവില്ല, ഓലപ്പടക്കം പോലും ആവില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഭയപ്പെടുന്നില്ല. ഞാനങ്ങനെ ബ്രണ്ണൻ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല, വടിവാളിനിടയിലൂടെയൊന്നും നടന്നു നീങ്ങിയിട്ടില്ല. പക്ഷേ നല്ല തൻ്റെ ഇടവും നല്ല ധൈര്യവും പിന്നെ ഇത്ര കാലം എന്നൊന്നും നമ്മൾ എവിടെയും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുമില്ല എന്നുള്ളത് കൊണ്ട് എനിക്കിനി തൃശ്ശൂരിലെ പോലീസിന്റെ ഒരു സഹായത്തിൻ്റെയും ആവശ്യമില്ല. കൂട്ടുകാർ ചേർന്ന് അവർ സന്തോഷിക്കാൻ വേണ്ടിയാണ് പടക്കം പൊട്ടിച്ചതെങ്കിൽ അവർ എല്ലാവരും ഒരുമിച്ച് 2 വീടപ്പുറത്തുള്ള നിങ്ങൾ പരിശോധിക്കണം, ഒരു അരയാലുണ്ട്, അവിടെ ധാരാളം സ്പേസ് ഉണ്ട്. അവർ ഒരുമിച്ച് ബാക്കി വന്ന പടക്കം പൊട്ടിക്കുകയായിരുന്നുവെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അവർക്ക് പടക്കം പൊട്ടിക്കാമല്ലോ. അല്ലെങ്കിൽ ഒഴിഞ്ഞ പറമ്പുണ്ട്, അവിടെ നിന്ന് പൊട്ടിക്കാമല്ലോ. അപ്പൊ മാലപ്പടക്കമാക്കി പോലീസിന്റെ സംരക്ഷണ കവചം അത് ശോഭാ സുരേന്ദ്രൻ ഉള്ളതല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് പോലീസ് അധികാരികൾ വ്യവഹരിച്ചിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങളുടെ മുന്നിൽ എനിക്ക് അറിയിക്കാനുള്ള ബാധ്യതയുണ്ട്. പൊട്ടിയത് മാലപ്പടക്കമല്ല. അതുകൊണ്ട് അതിന്റെ വിഷ്വൽ അത് ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തകരുടെ മുൻപിൽ ഒന്ന് കാണിക്കാൻ കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. കൃത്യമായ അതിൻ്റെ ദൃശ്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ പുറത്തുവിടുകയും ചെയ്തു. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവ് ചേരുന്നു. സാനു, BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ്റെ വീടിന് സമീപത്ത് പൊട്ടിയ സ്ഫോടനം അല്ലെങ്കിൽ ഉണ്ടായ സ്ഫോടനം അത് നിസ്സാരവൽക്കരിക്കുകയാണ് പോലീസ്. അത് മാലപ്പടക്കമാണ്, പടക്കം പൊട്ടിക്കാൻ കൊണ്ടുവന്നതാണ്, അങ്ങനെ അവർ എറിഞ്ഞപ്പോൾ പൊട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയാണ്. അന്വേഷണം ഇത്തരത്തിൽ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ സാനു കെ സജീവ്.
കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 10:43 സംസ്ഥാന ഉപാധ്യക്ഷ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ വീടിന് തൊട്ടു മുന്നിലുള്ള മറ്റൊരു വീടിന് നേരെ ഇത്തരത്തിലുള്ള ഒരു സ്ഫോടക വസ്തു എറിയുന്നത്. എന്തായാലും അതിന് തൊട്ടു പിന്നാലെ BJP ജില്ലാ നേതൃത്വത്തെ ശോഭാ സുരേന്ദ്രൻ വിവരം അറിയിക്കുകയും തുടർന്ന് തൃശ്ശൂരിലെ ACPയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയൊരു പോലീസ് സംഘം ഈ ശോഭാ സുരേന്ദ്രന്റെ വീട്ടിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പരിശോധനയ്ക്കപ്പുറം മറ്റൊരു നടപടി സ്വീകരിക്കാൻ ആ രാത്രി പോലീസ് തയ്യാറായില്ല. ഏതാനും ചില പോലീസുകാരെ സ്ഥലത്ത് സുരക്ഷയ്ക്കായി വിന്യസിച്ച് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ACP മടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ സംഭവം ഉണ്ടായി പുലർച്ചെ അടുത്ത ദിവസം, അതായത് ശനിയാഴ്ച രാവിലെ ശക്തമായിട്ടുള്ള ആരോപണവുമായി BJP രംഗത്ത് വരികയാണ് ഉണ്ടായത്. അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ശോഭാ സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായതെന്നും അതേപോലെ തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ പോലീസിൽ ചിലർ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BJP രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ജില്ലാ പോലീസ് മേധാവി R. ഇളങ്കോ ഈ ശോഭാ സുരേന്ദ്രന്റെ വീട്ടിലെത്തി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഈ ഒരു പരിശോധന, അതായത് ഈ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ, അന്വേഷണത്തിനായിട്ട് ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ശോഭാ സുരേന്ദ്രനെ നേരിട്ട് കണ്ട് അറിയിക്കുകയുണ്ടായി. തുടർന്നുള്ള അന്വേഷണവും ഒച്ചിഴയുന്ന വേഗത്തിലായിരുന്നു. അതിനുശേഷമാണ് ഈ സ്ഫോടനം നടന്നത് വെറും ഒരു പടക്കം പൊട്ടിയതാണെന്നുള്ള തരത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്ന്, അതായത് ജില്ലാ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ സ്പെഷ്യൽ അന്വേഷണ സംഘത്തിന്റെ, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു ആരോപണം ഉണ്ടാകുന്നു. എന്തായാലും തുടർന്ന് ഇന്ന് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത് കരുതിക്കൂട്ടി ചെയ്തത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അത്തരം കാര്യങ്ങളാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. ഒരു വാഹനം, ഒരു ബൈക്കില് 2 ചെറുപ്പക്കാർ വരുന്നു. അവർ ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപത്തേക്ക് ഈ സ്ഫോടക വസ്തു വലിച്ചെറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പൊ പോലീസ് പറയുന്നത് ഇത് ഒരു മാലപ്പടക്കം പൊട്ടിയതാണ്, ചെറിയൊരു പടക്കം പൊട്ടിയതാണ്, ഇത് നമ്മുടെ നാട്ടുംപുറത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്ന്, കടകളിൽ നിന്ന് അടക്കം ലഭ്യമാകുന്ന ഒരു പടക്കമാണ് എറിഞ്ഞതെന്ന് ഒരു ഭാഗത്ത് പോലീസ് പറയുമ്പോഴാണ് ഇത് അതല്ല എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഇന്ന് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ തന്നെ പുറത്തുവിട്ടിരിക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവും ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ACP തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. അതായത് അദ്ദേഹം താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥനായി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മുതൽ തന്നോട് മറ്റൊരു രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത്, തന്നോട് ഇടപെടുന്നത് മോശമായിട്ടുള്ള രീതിയിലാണ്, താൻ പറയുന്ന കാര്യങ്ങളൊന്നും ഒന്ന് ചെവിക്കൊള്ളാൻ പോലും തയ്യാറാവാത്ത ഉദ്യോഗസ്ഥനെ തന്നെ ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്, ചില ദുരൂഹതകൾ ഉണ്ടെന്നടക്കമുള്ള കാര്യങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അതുപോലെ തന്നെ പടക്കമെറിഞ്ഞോ ബോംബെറിഞ്ഞോ തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ തടയാനായിട്ട് സാധിക്കില്ലെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സംഭവത്തിൽ ഈ സ്ഫോടക വസ്തു എറിഞ്ഞതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ 2 വിദ്യാർത്ഥികൾ, ഈ 2 ചെറുപ്പക്കാരെ കൂടി പിടികൂടാനുണ്ട്. അവർ ഈ സംഭവത്തിന് ശേഷം ബാംഗ്ലൂരിലേക്ക് മുങ്ങിയെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇവരെ കണ്ടെത്താനോ ഇവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനോ ഒന്നും പോലീസിന്റെ ഭാഗത്ത് നിന്ന് തയ്യാറായിട്ടില്ല. എന്തായാലും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെ കേവലം പടക്കമെറിഞ്ഞു എന്ന് കാട്ടിക്കൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ശോഭാ സുരേന്ദ്രന്റെ വീടിനെ കരുതിക്കൂട്ടി, അല്ലെ ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എന്ന കാര്യം ഉറപ്പാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഫോടക വസ്തു എറിഞ്ഞിരിക്കുന്നത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്. വിനോദ്, തീർച്ചയായും തൃശ്ശൂരിൽ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ്റെ വീടിന് നേരെ ഉണ്ടായ സ്ഫോടനം, അല്ലെങ്കിൽ വീടിൻ്റെ മുൻപിൽ നടന്ന സ്ഫോടനം പോലീസ് ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളും BJP നേതാവ് പുറത്തുവിട്ടു. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു സാനിക സജീവ്.